ഇനിയിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് റിമാൻഡിലുള്ള മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നു. അറസ്റ്റ് ചെയ്ത് 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ജാമ്യം തേടിയാണ് മുരാരി ബാബു കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കായി SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയും പരിഗണിക്കും. N വാസുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ലിജോ റോളൻസുണ്ട് വിവരങ്ങൾ നൽകാനായി കൊല്ലത്ത് നിന്ന്. ലിജോ, അങ്ങനെ കേസ് 90 ദിവസം കഴിഞ്ഞിരിക്കുന്നു, സ്വാഭാവികമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പ്രകാരം ജാമ്യത്തിന് അർഹതയുണ്ട് പ്രതികൾക്ക്. അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കുകയാണ് മിക്ക പ്രതികളും. പക്ഷേ ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങൾ കൂടി നിർണായകമാണ്. കാരണം മുൻപുള്ളതുപോലെ ജാമ്യാപേക്ഷയെ എതിർക്കില്ല പ്രോസിക്യൂഷൻ പലരുടെയും കാര്യത്തിലെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ജാമ്യം കൊടുത്താലും കുഴപ്പമില്ല എന്ന നിലപാടിലേക്ക് പ്രോസിക്യൂഷൻ എത്തുമ്പോൾ ഇവർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്, അല്ലേ ലിജോ? ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ പല കാര്യങ്ങളും നടക്കുന്ന ഒരു ദിവസമാണ്. അത് കൊല്ലത്തെ വിജിലൻസ് കോടതിയിലായിക്കോട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലായിക്കോട്ടെ. പ്രധാനമായും വരുന്നത് തന്ത്രി കണ്ഠരര് രാജീവരെ റിമാൻഡ് ചെയ്തതിനു ശേഷം ആദ്യമായി കസ്റ്റഡിയിലേക്ക് വാങ്ങാൻ പോകുന്നു. പ്രൊഡക്ഷൻ വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ തന്ത്രിയെ ഹാജരാക്കും. ഒരു ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. അത് അനുവദിച്ചു നൽകുകയും ഇന്നത്തെ ദിവസം കൊല്ലത്ത് തന്നെ പോലീസ് ക്ലബ്ബിലോ മറ്റെവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും ചോദ്യം ചെയ്യൽ നടത്തുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. തന്ത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഈ കേസിനെ സംബന്ധിച്ച് നിർണായകമാണ്. പലരുമായുള്ള ബന്ധങ്ങൾ, പല ചോദ്യങ്ങൾ, ഇതുവരെയും കൃത്യമായൊരു ചോദ്യം ചെയ്യലിന് സാധിച്ചിരുന്നില്ല. ആ റിമാൻഡിലാകുന്നതിന് തൊട്ട് പിന്നാലെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിലേക്ക് പോകുന്നു. 1-2 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരികെ ജയിലിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സമയമെടുത്തതിന് ശേഷം ഒരു കസ്റ്റഡി അപേക്ഷ, അതായത് ആരോഗ്യം മറ്റു പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഈ കസ്റ്റഡി അപേക്ഷ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് തന്ത്രിയെ ഹാജരാക്കും. അതിന് മുന്നോടിയായി വലിയ സുരക്ഷയൊക്കെ ആയിരിക്കും അവിടെ ഒരുക്കാനുള്ള ഒരു ശ്രമവും നടത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മുരാരി ബാബുവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഒക്ടോബർ 23-ാം തീയതിയാണ് മുരാരി ബാബുവിനെ 2 കേസുകളിലുമായി അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 90 ദിവസം കഴിഞ്ഞിരിക്കുന്നു. സ്റ്റാറ്റ്യൂട്ടറി ബെയിലിന്, അതായത് സ്വാഭാവികമായിട്ടുള്ള ഒരു നിയമപ്രകാരമുള്ള ഒരു ജാമ്യത്തിന് ഇപ്പോൾ അർഹനായിട്ടുണ്ട്. കാരണം 90 ദിവസത്തിനുള്ളിൽ ഒരാൾ റിമാൻഡിലായി അറസ്റ്റിലായി 90 ദിവസത്തിനുള്ളിൽ അത് സംബന്ധിച്ച കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതിന്റെ പ്രാഥമിക കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇത്തരത്തിലൊരു ജാമ്യം ലഭിക്കാനുള്ള അർഹത നിയമപ്രകാരമുണ്ട്. അത് ലഭിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നൊരു പക്ഷേ കേസെടുത്താൽ നാളേക്ക് മാറ്റിവെക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെയോടുകൂടെ തന്നെ വിധി വന്നു കഴിഞ്ഞാൽ ഈ ശബരിമല കേസിൽ ആദ്യം പുറത്തിറങ്ങാൻ പോകുന്ന ഒരാളായിരിക്കും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ശബരിമല കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കമ്മീഷണറും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന N വാസു നൽകിയ ജാമ്യ ഹർജി അവിടെ വരുന്നുണ്ട്. അതെന്താകും എന്നുള്ള ഒരു കാര്യം അറിയേണ്ടതുണ്ട്. കാര്യം സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള ഒരു സമയം വാസുവിന്റെ കാര്യത്തിലായിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ, താൻ കേസുമായി സഹകരിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത കേസിന്റെ എന്തായാലും 90 ദിവസം ആകാത്തത് കൊണ്ട് കോടതി ജയിലിനുള്ളിൽ തന്നെ കഴിയേണ്ടി വരും. കർശനമായ ഉപാധികളാണ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ മുരാരി ബാബുവിന് ജാമ്യം നൽകുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാലും കർശന ഉപാധികൾ നൽകും. ഇത് SITയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഇതുവരെയും കുറ്റപത്രം അല്ലെങ്കിൽ ഒരു പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഉദ്യോഗസ്ഥർക്ക് പോലും ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായ മറുപടി ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഒരു കാര്യം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ നിന്നും അത് വേർതിരിഞ്ഞ് പല ഭാഗത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ഏറ്റവും അധികം കുഴപ്പിക്കുന്ന ഒരു ചോദ്യം. എന്തായാലും പ്രാഥമിക ഘട്ടത്തിലാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുക, അതായത് അതിന്റെ ഒരു തയ്യാറാക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം അറസ്റ്റിലായി ഒക്ടോബർ 17-ന് ആ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാവുന്നു. 23-ന് മുരാരി ബാബു. ആ ഒരു ക്രമം വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ഇനി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കും. തങ്ങൾക്ക് സ്വാഭാവിക ജാമ്യത്തിനുള്ള അവകാശമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട്. അപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമോ, അതിനു മുൻപ് ഒരു പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.